മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം 5-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിനെ പറ്റിയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗം പറഞ്ഞ് ഈശോ ഇങ്ങനെ തന്റെ സുവിശേഷം അവസാനിപ്പിക്കുന്ന ഇടമാണ്. വീടെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അശുദ്ധാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞ് നമ്മൾ ആ അകം നമ്മൾ നന്മകളാലും പുണ്യങ്ങളാലും ഫില്ല് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോയ അശുദ്ധാത്മാവ് ഒരുപക്ഷെ 7 ആത്മാക്കളെ കൂട്ടി തിരിച്ചു വരുമെന്ന് ഈശോ ഇങ്ങനെ പറയുകയാണ്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പാളിപ്പോകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഏതെങ്കിലും ഒരു പാപത്തെ തുടച്ചു നീക്കുന്നു, പക്ഷേ അവിടം പിന്നീട് നന്മകളാലും പുണ്യങ്ങളാലും ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതിനാലാണ്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈ പോയ അശുദ്ധാത്മാവ് പിന്നെ 7 ആത്മാക്കളെയും കൂട്ടി തിരിച്ചു വരുന്നതിൻ്റെ കാരണം. നമ്മുടെ അകം ഈശോയാലും പുണ്യങ്ങളാലും നന്മകളാലും നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഉള്ളിൽ ഈശോ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ സ്വർഗത്തിന് പ്രിയപ്പെട്ടവരായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ ആവിലായിലെ അമ്മ ത്രേസ്യയെ പറ്റി ഗ്രന്ഥകാരൻ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം കുറിച്ചു വെച്ചിരിക്കുന്നത്. ഈ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ ആവൃത്തി സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കുകയാണ്. ആ കുടിസുമുറിയിലാണ് ചില നേരങ്ങളിൽ അമ്മ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകി ഉയർന്ന് പൊങ്ങിയത്. അത്രമാത്രം ഉള്ളിൽ ആത്മീയ പുണ്യങ്ങൾ ഫില്ല് ചെയ്തിരുന്ന ഒരാളായിരുന്നു അമ്മ ത്രേസ്യ. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, നന്മകളാലും പുണ്യങ്ങളാലും ഉള്ള് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.